ആ കുട്ടിയെ പ്രാവശ്യത്തെ അറിവ് നമ്മളെ ഏരിയയിൽ നിന്ന് പോത്ത് വളരെ കുറവാട്ടോ. കാര്യമായിട്ടൊന്ന് മെനക്കെടണം. ഇവിടെ ഉണ്ട് ഒരു പോത്ത് മൂപ്പർ തലക്കിടണം. ഓ കരിമ്പി ഇസ്കനാ വാപ്പുട്ടി. പോത്ത് പോയിട്ട് ഒരു പോലും അയാളടുത്ത് നിന്ന് കിട്ടും നിൽക്കുന്നു. അതൊക്കെ ഇജ്ജ് കണ്ടോ? പോത്തിനെ തള്ളിയിടുന്ന മാതിരി പറഞ്ഞാട് തള്ളിയിടും. ആ വീണ തന്നെ. വീണില്ലെങ്കിൽ അവസാനം ഞാനൊരു ഡയലോഗ് അടിക്കും, കൂടെ നിന്നോണ്ട്. അത് ഞാൻ നിൽക്കും. ഇവിടെ ആളുണ്ടാവും. ഉണ്ടാവും. നിക്ക് സിമറ ബെല്ല്. എന്നോട് ബെല്ല് നിൽക്കാനാ പറഞ്ഞത്, ചുണ്ട് നിൽക്കാനല്ല. ആ ഒട്ടക്കപ്പറമ്പിലെ റസാക്കാക്ക ഇവിടെ ഇല്ലേ? ഒട്ടകപറമ്പ് റസാഖ പടല്ലേ എന്താ മോനാ ഞാൻ പണ്ടല്ലോ. മതിയല്ലോ. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. നിങ്ങൾ വന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. ഉദയത്തിന്റെ കാര്യല്ലേ? അക്കാര്യത്തിൽ വാപ്പ പറഞ്ഞേ എനിക്കും പറയാനുള്ളൂ. ഇപ്രാവശ്യം ഒട്ടകപറമ്പെന്ന് പോത്തില്ല. അങ്ങനെ പറഞ്ഞാലെങ്ങനെ? പള്ളി കമ്മിറ്റിക്ക് അതൊരു കുറച്ചിലാണ്. പള്ളി കമ്മിറ്റിന്റെ 40 കമ്മിറ്റി പോലും ഇന്റെ വാപ്പാന്റെ പേരില്ല. എന്തിനധികം പറയണേ? ഇന്റെ പേരുമില്ല. അതിലും വലിയ കുറച്ചിലൊന്നും അല്ലല്ലോ ഇത്. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് വെച്ചാല് നിങ്ങൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഒരു ഓരി ഞാൻ തരാം. ഒട്ടകത്തിന് അറുത്ത് കൊടുത്ത പാരമ്പര്യമുള്ള ഒട്ടക തറവാട്ടിന്ന് ഒരു ഓരിയോ അത് എഴുതാണെങ്കിൽ എന്റെ കൈമന്നേ ഒരു ഇറച്ചിന്റെ കഷ്ടാണ് പോണാതിരിയാ. അതൊന്നും പോരാ. ഏറ്റവും വലിയൊരു പോത്ത് അത് വെള്ളത്തുണി വെള്ളക്കുപ്പായിട്ട് എന്റെ വാപ്പാടാണ്. സെമീർ മൈക്ക കൂടെ വിളിച്ചറി ഒട്ടക്കപ്പറമ്പിൽ റസാക്ക് ഒരു പോത്താണ്. അങ്ങനെയാണെങ്കിൽ വാപ്പനോട് ചോദിച്ചാനെന്നെ നിൽക്കണ്ട. എന്നാ എഴുതിക്കോ, ഒട്ടകപ്പറമ്പിൽ റസാക്ക് ഒരു പോത്ത്. പാപ്പുട്ടി മൈക്ക് വിളിച്ചരുമ്പളേ മഹലൊക്കെ ഒന്ന് കുലുങ്ങിക്കോട്ടെ. ഒട്ടകപ്പറമ്പിൽ റസാക്ക് ഒരു 1.5 പോത്താണ്. ഏതാണ് ഈ പോത്ത്? ബാപ്പ ഒരു പോത്താണെങ്കിലേ മോനൊരു 1.5 പോത്ത.